അപ്പോൾ ബിഗ് ബോസ് മലയാളം സിക്സിലെ കിച്ചൺ ടീം അങ്ങനെ രാജിവെച്ച് പോയിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അറിയാം, നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി, സാബുമോൻ്റെ ഫുഡ് കൊടുക്കാൻ കുറച്ച് വൈകിപ്പോയതിൻ്റെ ഇഷ്യൂ. ഞാനതിപ്പോൾ എല്ലാവരും പറയാനില്ല. അപ്പോൾ ഋഷീൻ്റെ അടുത്ത് ആ കോയിൻ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി സാബുമോൻ പറഞ്ഞു, ഗസ്റ്റ് സാബുമോൻ പറഞ്ഞു. അപ്പോൾ ഋഷി ചോദിച്ചപ്പോൾ അവർക്ക് തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. തിരിച്ച് ഋഷിയെ സാബുമോൻ്റെ അടുത്ത് പോയപ്പോൾ നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കണം, മതി, ഞാനത് കളവോ എന്ന് വിചാരിച്ചോളാം. എന്ന് വെച്ചാൽ ഋഷിക്ക് അപ്പം അത്രക്കും വിഷമമായി. എന്ന് വെച്ചാൽ ആ ഗസ്റ്റ് വന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ പ്രശ്നം ആ ഒരു ഇതായതുകൊണ്ട് ഋഷി ഡയറക്റ്റ് പോയി പവർ ഹൗസിട്ട് പറഞ്ഞു, ഓണേഴ്സ് ആയ പവർ ടീമിനെടുത്ത് പോയി കാര്യം പറഞ്ഞു. അപ്പോൾ പവർ ടീം അവർക്കൊരു ശിക്ഷ കൊടുത്ത് ഒന്നിലേക്ക് നിങ്ങൾ 20 പോയിന്റ് തിരിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ 2 പേര് രാജിവെച്ച് പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പറ്റില്ല, കൊടുക്കാനും പറ്റൂല. അപ്പോൾ അവരെന്ത് ചെയ്തു, 2 പേര് രാജിവെക്കാനും പറ്റൂല എന്ന് അവർ നോക്കി പറഞ്ഞു പവർ ടീമിനും വെച്ച്. പകരം അവർ എല്ലാവരും 4 പേരടക്കം രാജിവെക്കാൻ പോകണമെന്ന് പറഞ്ഞു. സായി പറഞ്ഞു, ക്യാപ്റ്റനെ സായി പവർ ടീമിന് മുമ്പിൽ തന്നെ പറഞ്ഞു, നമ്മൾ 4 പേര് രാജിവെച്ചേക്കാമെന്ന് പറഞ്ഞു. പൊട്ടത്തരം കാണിച്ചാണ്. ഒരു 20 കോയിന് വേണ്ടി ഇങ്ങനെ കാണിക്കുമോ? പിന്നെ അതുമാത്രമല്ല, അതിനുശേഷം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, നിങ്ങൾ ഉറപ്പാണോ, നിങ്ങൾ ഇത് മാറ്റുന്നോ, ഇനി നിങ്ങൾക്ക് ചലഞ്ചസ് വരും, അപ്പോൾ അതിലും കിട്ടും. അപ്പോൾ ചോദിച്ചപ്പോൾ ഇവർ സമ്മതിക്കല്ല, ഇവർക്ക് ഭയങ്കര വാശി. അപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത് പിന്മാറിയാലും നിങ്ങളുടെ ആ അധികാരികൾ പറഞ്ഞനുസരിച്ച് ജീവിക്കണം, അവർ പറയുന്നത് കിടക്കണം, ഇരിക്കണം, തിന്നണം, എല്ലാവരും പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കളിയിൽ കളിക്കാൻ പറ്റത്തില്ല എന്ന ഒരു ഇതാണ് ബിഗ് ബോസ് പറയണത്. പക്ഷെ ഇവരതൊന്നും വക വെക്കാണ്ട് ഇവരെന്നെ സ്വയം പിന്മാറണം. ഒന്നാമത് സായിക്ക് തന്നെ പറ്റുക, സായി പിന്മാറാൻ വേണ്ടി ഇരിക്കുകയാണ് വയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരാരും അതിനോട് ഇൻവോൾവ് ആവാനുള്ള ശരണ്യാണ് മെയിനായിട്ട് സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരണ്യക്ക് ഈ വീക്കിൽ പോകാനുള്ളൊരു ടിക്കറ്റ് കൺഫേം ആവുകയാണ്. എന്ന് വെച്ചാൽ ഇതിൽ എത്ര കിട്ടി നല്ല കാര്യം, എത്ര കോയിൻസ് വാങ്ങിച്ചോ ജയിച്ചോ എന്ന് പറയാൻ പറ്റില്ല. 3 ടീമുണ്ട്. മെയിനായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിരുന്നു ഈ ടാസ്ക്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഈ ഓട്ടോ ടാസ്ക് എന്ന് പറയുന്നത് ഒരു 50 ഡേ കഴിഞ്ഞിട്ട് വന്ന ടാസ്ക് ആണ്. വെച്ചാൽ അത്രയും ഡേ നിന്നവർക്കായി ഇത് കിട്ടണത്. പക്ഷെ അത് കിട്ടിയാൽ നമ്മുടെ ഇനി വരാൻ പോണ ഡേയ്സിലുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഇതിൽ അത് കളഞ്ഞു കുടിച്ചത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്. ഒന്നാമത് ശരണ്യ ഈ വീക്കിൽ ഔട്ടാൻ വേണ്ടി ആ തുമ്പത്തിരിക്കുന്നത് കോർണറിലാണ് ഔട്ടാവുന്നത്. ഇതും കൂടി ആയത്തേക്കും അവളുടെ ശരണ്യൻ്റെ ടിക്കറ്റ് ഓക്കെ ആയി പോകാനുള്ള. അപ്പോൾ എന്ത് പറയണം. അപ്പോൾ ഇവർ ഔട്ടാവാൻ തന്നെ തീരുമാനിച്ച് പുറത്തേക്ക് ഔട്ടായി. അപ്പോൾ ബിഗ് ബോസ് പൊക്കോന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, മനഃപൂർവ്വം പൊട്ടത്തരം കാണിച്ചു തന്നെയാണ്. എന്ത് പറയാനാ.